ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാബ്സ് കെം സ്പാർക്ക്. ഈ വീഡിയോയിലൂടെ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സിലെ ലാന്തനൈഡ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ കുറച്ച് എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ ലാന്തനോയിഡ്സിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ പോയിൻറ്റ്സുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലാന്തനോയിഡ്സ് ലന്താനം ടു ലുട്ടീഷ്യം, lanthanides cerium to lutetiums. Elements with even atomic number are more abundant than odd atomic number according to Harkin's rule. Least abundant lanthanide promethium, most abundant lanthanide cerium, only radioactive lanthanide promethium, first man-made element in 4 of series promethium. All lanthanides are strong reducing agents. Their electrode potential value are more or less equal to alkaline earth metals. These metals can displace hydrogen from dilute acids and from hot water. ഇനി നമുക്ക് ലാന്തനൈഡ്സിൻ്റെ ഐസോട്ടോപ്സ് നോക്കാം. Lanthanides which are carrying even atomic number give maximum number of isotopes 7, except cerium 4 isotopes and erbium 6 isotopes. Lanthanoids with odd atomic number carry least number of stable isotopes, that is only one, exception europium 2, lutetium 2. Next one, electronic configuration of lanthanoids. അപ്പോൾ ഇതിലെ എലമെൻറ്റ്സ് അറിഞ്ഞിരിക്കണം. സീറിയം, പ്രസോഡിമിയം, നിയോഡിമിയം, പ്രോമിത്തിയം, സമേരിയം, യൂറോപ്പിയം, ഗഡോലിനിയം, ടെർബിയം, ഡയസ്പ്രോസിയം, ഹോൾമിയം, എർബിയം, തൂലിയം, ഇറ്റേർബിയം, ലുട്ടീഷ്യം. അപ്പോൾ ഇതിൽ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ യൂറോപ്പിയം, ഗഡോലിനിയം, അതുപോലെ തന്നെ ഇറ്റേർബിയം, ലുട്ടീഷ്യം. അപ്പോൾ നിങ്ങളോടിപ്പോൾ യൂറോപ്പിയം 3+ തന്നിട്ട് അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ, അല്ലെങ്കിൽ ഗഡോലിനിയത്തിൻ്റെ തന്നിട്ട് അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ, അല്ലെങ്കിൽ ടേം സിമ്പലൊക്കെ കാണാൻ ഇത് വഴി ഉണ്ടാവാറുണ്ട്. അപ്പം ലാന്തനൈഡ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത് ലാന്തനൈഡ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിക്കാനുള്ളൊരു ട്രിക്കാണ്. മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനൈഡ്സ് ഈസ് +3. ഔട്ട് ഓഫ് ദീസ് ലന്താനം 3+, ഗഡോലിനിയം 3+, ലുട്ടീഷ്യം 3+ ആർ എക്സെപ്ഷനലി സ്റ്റേബിൾ. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം. ലന്താനം സീറിയം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, സൊല്യൂഷൻ സ്റ്റേറ്റിലാണ്. പ്രസോഡിമിയം +4 സോളിഡ് സ്റ്റേറ്റിൽ, നിയോഡിമിയം +2 സോളിഡ് +4 സോളിഡ്, പ്രോമിത്തിയം +3. എല്ലാ ലാന്തനൈഡ്സും +3 കാണിക്കുന്നുണ്ട്. അത് ഞാനിവിടെ ഓൾ എലമെൻറ്റ് ഷോസ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രോമിത്തിയം കാണിക്കുന്നത് +3 മാത്രമാണ്. സമേരിയം +2 സൊല്യൂഷൻ, യൂറോപ്പിയം +2 ഇൻ സൊല്യൂഷൻ, ഗഡോലിനിയം +3, ടെർബിയം +4 സോളിഡ്, ഡയസ്പ്രോസിയം +2 സോളിഡ് +4 സോളിഡ്, ഹോൾമിയം +2 സോളിഡ്, എർബിയം +3 മാത്രമാണ് കാണിക്കുന്നത്, തൂളിയം +2 സോളിഡ്, ഇറ്റേർബിയം +2 സൊല്യൂഷൻ, ലുട്ടീഷ്യം +3 ആണ് കാണിക്കുന്നത്. അപ്പോൾ ലാന്തനൈഡ്സിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. Color and absorption spectra of lanthanoid elements. The reason for the color is due to, first one, F of transition, Lepote forbidden. The absorption bands of lanthanoid except cerium 3+ and ytterbium 3+ are very weak but sharp. The line-like or narrow band formed by lanthanum 3+ appear due to F of transition and are independent of the nature of the anion present. As 4f electron lie deep inside the atom, the color of lanthanum 3+ ions are not affected by changing the anions. This is due to no orbital interaction and field splitting.
അപ്പോൾ ലാന്തനോയിഡ്സ് കളർ കാണിക്കാൻ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് FF ട്രാൻസിഷനാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തത്. ചില ലാന്തനൈഡ്സ് കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയാണ്. അപ്പോൾ എ ചാർജ് ട്രാൻസ്ഫർ ഫിനോമിന ഈസ് ഒബ്സർവ്ഡ് ഇൻ certain lanthanide ions. Example, the orange-red color of cerium 4+ is due to the electronic transition from ligand orbital to the F orbital of cerium. അപ്പോൾ സീറിയം ഈ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ആണ്. അത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ സീറിയം 4+ ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4f0 5d0 6s0. ഹിയർ നോ ഇലക്ട്രോൺസ്, only charge transfer from ligands. F0 F14 are colorless since there is no unpaired electrons, no FF transition. F1 F13 are also found to be colorless because absorption takes place in IR region. Example, cerium 3+, ytterbium 3+. F7 gadolinium 3+ is also found to be colorless due to absorption takes place in UV region. അപ്പോൾ ഓരോന്നും കളർ പ്രൊഡ്യൂസ് ചെയ്യാനും കളർ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണമാണ് പറഞ്ഞത്. ഇനി കളർ ഓർത്ത് വെക്കാനുള്ളൊരു മെത്തേഡാണ് കളർ ഓഫ് ലാന്തനൈഡ് അയോൺസ്. ഇപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ലാന്തനൈഡ്, സെക്കൻഡ് കോളത്തിൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ, തേർഡ് കോളത്തിൽ കളർ, ദെൻ വീണ്ടും ലാന്തനൈഡ് അയോൺ. അപ്പോൾ ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്നത് ലന്താനം 3+, സീറിയം 3+, പ്രസോഡിമിയം 3+, നിയോഡിമിയം 3+, പ്രോമിത്തിയം 3+, സമേരിയം 3+, യൂറോപ്പിയം 3+, ഗഡോലിനിയം 3+. എന്നിട്ട് ആ കോളത്തിൽ നിന്ന് തന്നെ ഇനി നമ്മൾ താഴെ നിന്നും മേലേക്ക് വായിക്കുക. അപ്പോൾ ഗഡോലിനിയം 3+, ടെർബിയം 3+, ഡയസ്പ്രോസിയം 3+, ഹോൾമിയം 3+, എർബിയം 3+, തൂളിയം 3+, ഇറ്റർബിയം 3+, ല്യൂട്ടീഷ്യം 3+. അപ്പോൾ ഓരോന്നിലുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. ഇപ്പോൾ ലന്താനം ലുട്ടീഷ്യത്തിലാണെങ്കിൽ 0 ആണ് വരുന്നത്. സീറിയം 3+, ഇറ്റർബിയം 3+ ആണെങ്കിൽ 1, പ്രസോഡിമിയം 3+, തൂളിയം 3+ ആണെങ്കിൽ 2. അപ്പോൾ അടുത്തത് 3, 4, 5, 6, 7 ഇങ്ങനെ വരും നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അപ്പോൾ ലന്താനും ലുട്ടീഷ്യം F0 F14 ആണ്, അപ്പോൾ കളർലെസ് ആണ്. അതുപോലെ തന്നെ സീറിയം 3+, F1 F13 ആണ്, അതും കളർലെസ് ആണ്. പ്രോമിത്തിയം തൂളിയം ഗ്രീൻ കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിയോഡിമിയം 3+, ലൈലാക്ക് പിങ്കും, എർബിയം 3+, നിയോഡിമിയം 3+, ലൈലാക്കും, എർബിയം 3+, പിങ്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ പ്രോമിത്തിയം 3+, ഹോൾമിയം 3+, പിങ്ക് യെല്ലോ, സമേരിയം 3+, ഡയസ്പ്രോസിയം 3+, പെയിൽ യെല്ലോ, യൂറോപ്പിയം 3+, ടെർബിയം 3+, പെയിൽ പിങ്ക്, ഗഡോലിനിയം 3+, കളർലെസ് ആണ്. ഇങ്ങനെയാണ് കളറ് പെട്ടെന്ന് നമുക്ക് ഓർത്ത് വെക്കാനുള്ള മെത്തേഡാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ പ്രോമിത്തിയം തന്നിട്ട് അതിൻ്റെ കളർ എന്താണ്, ഓപ്ഷൻസിൽ പലതും മാറ്റിത്തരും. അപ്പോൾ ഇതൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് വൺ, അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയേ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. As we move along the lanthanide series, there is a decrease in atomic and ionic radii. The steady decrease in the size of lanthanide ions with increase in atomic number is called lanthanoid contraction. In lanthanides, the additional electrons enters the 4f subshell. The shielding effect of one electron in 4f subshell by another in the same shell is very little. At the same time, nuclear charge increases by 1 in each step. Consequently, the atomic and ionic radii go on decreasing as we move from lanthanum to lutetium. ഇതിൽ ലാന്തനോയിഡ് കോൺട്രാക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ കോൺസിക്വൻസസ് ആണ്. കോൺസിക്വൻസ് തന്നിട്ട് നമ്മളോട് ഇത് ഏതാണ് കാരണം എന്നുള്ളത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കോൺസിക്വൻസസ് ഓഫ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഫസ്റ്റ് വൺ, ഡിക്രീസ് ഇൻ അറ്റോമിക് സൈസ് ഓർ അയോണിക് സൈസ്.
Second one, abnormal increase in density of the 5D series of element. Third one, there is a gradual decrease in basicity of lanthanide oxides and hydroxide from left to right. Fourth one, important ആണ്, zirconium, hafnium and niobium tantalum are available together in the same minerals of lanthanides. അതായത് ആ സിർക്കോണിയം, ഹാഫ്നിയം, നിയോബിയം, ടെൻഡാലൊക്കെ സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ഫിഫ്ത്ത് വൺ, താലിയം ലെഡ് എക്സിബിറ്റ് ഇനേർട്ട് pair effect, that is lower oxidation state of +2 becomes more stable with increase in atomic number down the group. അപ്പോൾ അത് ഈ രണ്ട് എലമെൻറ്റ്സ് ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കാൻ കാരണം ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. Most of the lanthanides and their compounds show paramagnetic properties because of the presence of unpaired electrons in f orbital except lanthanum 3+ and lutetium 3+. Most highest magnetic property is shown by gadolinium 3+. അതിൽ 7 unpaired electron ആണ് വരുന്നത്. അപ്പം അതാണ് ഹയസ്റ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്. The total magnetic moment is given by sum of spin angular momentum and orbital angular momentum. അപ്പോൾ mu s plus l ആണ് ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ്, ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4s ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1, വെയർ mu s മാഗ്നറ്റിക് മൊമെൻറ്റ് ഡ്യൂ ടു സ്പിൻ മോഷൻ, mu l മാഗ്നറ്റിക് മൊമെൻറ്റ് ഡ്യൂ ടു ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. F orbitals are deeply seated in the anti-penultimate shell and are shielded by 5d and 6s electrons, that is away from ligand field. So the orbital angular momentum is not supposed by ligand field. By the combination of spin angular momentum and orbital angular momentum, a new quantum number was introduced and is represented by J. Mu j equal to g into root of j into j plus 1, where g gyromagnetic ratio or Landau splitting factor, g equal to 3/2 plus s into s plus 1 minus l into l plus 1 divided by 2j into j plus 1. അപ്പോൾ ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് വെച്ച് നമുക്ക് സ്പിൻ ഓൺലി മാത്രമാണെങ്കിൽ റൂട്ട് ഓഫ് എൻ ഇൻറ്റു എൻ പ്ലസ് 2 ആണ് മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ മ്യൂ എൽ പ്ലസ് എസ് ചോദിക്കാറുണ്ട്, അതുപോലെ മ്യൂ ജെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദി മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് സീറിയം 3+ ആൻഡ് കാൽക്കുലേറ്റ് മ്യൂ ജെ. Cerium 3+, 4f1, 5d0, 6s0. So 1 ഇലക്ട്രോൺ ആണുള്ളത്, അതുകൊണ്ട് s is equal to half, l equal to 3. f1 ആണ്, f ആയതുകൊണ്ട് തന്നെ l 3 ആയിരിക്കും. നമ്മൾ SPDFന് പഠിച്ചിട്ടുണ്ട്, എസിനാണെങ്കിൽ 0 ആയിരിക്കും, പിക്കാണെങ്കിൽ 1, അതുപോലെ തന്നെ ഡിക്കാണെങ്കിൽ 2, എഫിനാണെങ്കിൽ 3 വരും. Then mu s plus l equal to square root of 4s into s plus 1 plus l into l plus 1. നമ്മൾ ഈ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 3.9 ആണ് കിട്ടിയത്. ഇനി മ്യൂ ജെ ആണെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ ജി ഇൻറ്റു റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1. അപ്പോൾ ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ പ്ലസ് എസ് അപ് ടു എൽ മൈനസ് എസ് വരെയാണ്. അപ്പോൾ 3 പ്ലസ് ഹാഫ് ടു 3 മൈനസ് ഹാഫ്. അപ്പോൾ ജെ വാല്യൂ 7/2 ആവാം, 5/2 ആവാം. പക്ഷെ നമ്മളിതിൽ എന്താണ് 4f1 ആണ്, അതായത് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺ ആണ് അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ലെസ് ജെ വാല്യൂ ആണ് പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 5/2 ആണ്. അപ്പോൾ ജി ഈക്വൽ ടു 3/2 പ്ലസ് ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് 1 മൈനസ് 3 ഇൻറ്റു 3 പ്ലസ് 1 divided by 2 into 5/2 into 5/2 plus 1 equal to 6/7. ഇനി ഈ ജി വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മ്യൂ ജെയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 18/7 ആയിരിക്കും. പക്ഷെ ഇത് നമ്മൾ ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. The actual magnetic moment shows large deviation from the spin-only formula in the case of option A
titanium 3 plus B, vanadium 3 plus C, gadolinium 3 plus D, samarium 3 plus. ആൻസർ ഓപ്ഷൻ ഡി സമേരിയം 3+ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സ്പിന്നൊള്ളി അതുപോലെ തന്നെ ആക്ച്വൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഏതിനാണ് ഡീവിയേഷൻ വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ടൈറ്റാനിയം 3+ ആൻഡ് വനേഡിയം 3+ ഹാസ് നോ ഇൻറ്ററാക്ഷൻ വിത്ത് ഓർബിറ്റൽ ബിക്കോസ് transition elements are more or less free from orbital interaction. Hence, only μs is considered. Gadolinium 3+ shows μs and μs plus L values same. അപ്പോൾ സമേരിയം 3+ ചെയ്ത് നോക്കുകയാണെങ്കിൽ സമേരിയം 3+ൽ 4f5 ആണ് വരുന്നത്. അപ്പോൾ μs is equal to സ്പിന്നൊള്ളിയാണ് √n/n+2. അപ്പോൾ √35 എന്ന് കിട്ടും. μs plus L ആണെങ്കിൽ √65. അപ്പോൾ √35 not equal to √65, that is samarium 3+ shows large deviation. So answer is option D. Identify the pairs in which the covalent radii of elements are similar. A. Niobium tantalum, B. molybdenum tungsten, C. lanthanum lutetium, D. scandium yttrium. അപ്പോൾ 1 DC, 2 AB, 3 BC, 4 ABD. ആൻസർ 2 ആണ്. എയും ബിയും നിയോബിയം ടെൻഡാലും മോളിബ്ഡിനും ടങ്സ്റ്റണും ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം സിമിലർ കൊവാലന്റ് റേഡിയാണ് കാണിക്കുന്നത്. ബേസിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ഓഫ് ലാന്തനൈഡ്സ്. The chemical properties of an element or an ion depend on the size of the atom or ion. Greater the atomic or ionic radii, the greater is the ease with which the species will lose electrons. Basicity decreases as the ionic radius decreases, that is, greater the size of ions or atoms, basic character will be more. From the lanthanum to lutetium, size decreases due to lanthanoid contraction, and therefore lanthanum hydroxide is more basic than lutetium hydroxide. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Next one, complex formation. Due to decrease in size and increase in charge density, the tendency of formation of complexes gradually increases from lanthanum to lutetium. When size decreases, charge increases, complex formation increases. So the order is lanthanum 4+ greater than lanthanum 3+ greater than ഇത് lanthanum 2+, അതായത് ലാന്തനൈഡ് എലമെൻസിനെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. The tendency of the anhydrous lanthanum 3+ ions to form complexes increases from lanthanum 3+ to lutetium 3+, whereas that of hydrated lanthanum 3+ ions decreases from lanthanum 3+ to lutetium 3+. That is, in lutetium 3+, it becomes small sized, greatly hydrated, hence large water space around. നമുക്കറിയാം ലന്താനം ടു ലുട്ടീഷ്യം സൈസ് ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ ലുട്ടീഷ്യം 3+ന് സൈസ് സ്മോൾ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോൾ ആയതുകൊണ്ട് തന്നെ വാട്ടർ മോളിക്യൂളൊക്കെ അതിനടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ പെട്ടെന്ന് അതിൽ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം അതിന് ലാർജ് സൈസ് വരും. അപ്പോൾ ലുട്ടീഷ്യം 3+ന് കോംപ്ലക്സ് ഫോർമേഷൻ കുറവായിരിക്കും. ബട്ട് ഇൻ ലന്താനം 3+, ബിഗർ സൈസ്ഡ്, ലെസ് ഹൈഡ്രേറ്റഡ്, സ്മോൾ ഹൈഡ്രേഷൻ സ്ഫിയർ, കോംപ്ലക്സ് ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഈസിലി. അപ്പോൾ നമ്മൾ ലന്താനം 3+ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സൈസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഹൈഡ്രേഷനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോംപ്ലക്സ് ഫോർമേഷൻ അതെന്ത് ചെയ്യും, പെട്ടെന്ന് അവിടെ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. അപ്പോൾ കോംപ്ലക്സ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ലന്താനം ടു ലുട്ടീഷ്യം, അതായത് ഇൻക്രീസസ് ഫ്രം ലന്താനം ടു ലുട്ടീഷ്യം ആയിരിക്കും. വെറാസ് ദാറ്റ് ഓഫ് ഹൈഡ്രേറ്റഡ് ലന്താനം 3+ അയോൺ ഡിക്രീസസ് ഫ്രം ലന്താനം 3+ ടു ലുട്ടീഷ്യം 3+. നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ കപ്പാസിറ്റി. Lanthanides both in crystalline complexes as well as in solution shows variable coordination 6 to 12, in which coordination number 9 is the most predominant.
Coordination number below 6 are found only with very bulky ligands. Coordination number of 10 and over require chelating ligands with small bites such as NO3 minus, SO4 2 minus and are confined to compounds of larger lanthanides. ഇനി ഇത് സാധാരണ ചോദിക്കാറുള്ള എക്സാമ്പിൾ ആണ്. സീറിയം NO3 6 ടൈംസ്. അതിൽ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് കാണാറുണ്ട്. കോർഡിനേഷൻ നമ്പർ നമ്മളറിയാതെ 6 എഴുതിപ്പോവും. കോർഡിനേഷൻ നമ്പർ 12 ആണ്. NO3 കോർഡിനേറ്റ്സ് ത്രൂ 2 ആറ്റംസ് ആൻഡ് ആക്ട് ആസ് ചിലേറ്റിംഗ് ലിഗാൻഡ്. Binding ability with ligands containing oxygen, fluorine, sulfur, nitrogen, chlorine, etc. atoms are oxygen greater than or equal to fluorine, greater than chlorine, greater than nitrogen, greater than sulfur. Uses of lanthanides. ഒരുപാട് യൂസസ് ഉണ്ട്. അതിൽ എക്സാമിന് ചോദിച്ച കുറച്ച് എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. Mischmetal, an alloy of lanthanide is used in steel industry, is an excellent scavenger for oxygen and sulfur in metallurgy. അപ്പം മിഷ്മെറ്റലിലെ ലാന്തനൈഡ്സ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. It contain 94 to 95% lanthanide elements, cerium, lanthanum, neodymium, 5% iron, ട്രേസസ് ഓഫ് സിലിക്കൺ, ക്ലോറിൻ എക്സെട്ര. ഇനി പല ഇതിലും പല എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതാണ് വരുന്നത്. സീറിയം SO4 thrice ഈസ് യൂസ്ഡ് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ വോളിയോമെട്രിക് അനാലിസിസ്. ഗഡോലിനിയം 3+ യൂസ്ഡ് ആസ് NMR ഷിഫ്റ്റ് റിയേജൻറ്റ്. ടെർബിയം പ്ലസ് സീറിയം യൂസ്ഡ് ടു ഇൻക്രീസ് RBC ആൻഡ് ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഇൻ ബ്ലഡ്. നെക്സ്റ്റ് വൺ, എക്സ്ട്രാക്ഷൻ ഓഫ് ലാന്തനൈഡ്സ്. അത് രണ്ട് രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യാം. അയോൺ എക്സ്ചേഞ്ച് മെത്തേഡും സോൾവൻ എക്സ്ട്രാക്ഷൻ മെത്തേഡും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അയോൺ എക്സ്ചേഞ്ച് മെത്തേഡാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. If an aqueous solution containing a mixture of tripositive lanthanum 3+ aqueous ion which is allowed to pass down a column packed with cation exchange resin solid represented as RH, the lanthanum 3+ aqueous ion replaces H+ ion from the resin and thus gets fixed on the resin. നമ്മൾ കോളം ക്രോമാറ്റോഗ്രഫി ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ലന്താനം 3+ aqueous plus RH solid gives LnR3 solid plus 3H plus aqueous. Thus, all the lanthanum 3+ aqueous ion are attached with the resin as LnR3 solid, since Lu3+ aqueous അതെന്ന് പറഞ്ഞാൽ മോർ ഹൈഡ്രേറ്റഡ് ആണ്, ഈസ് ദി ലാർജസ്റ്റ് സൈസ്ഡ്, ആൻഡ് La3+ aqueous ലെസ് ഹൈഡ്രേറ്റഡ് ഈസ് ദി സ്മോളസ്റ്റ്. കാരണം നമ്മൾ പറഞ്ഞു അങ്ങോട്ട് പോകുന്തോറും സൈസ് കുറയാണ്. അപ്പോൾ ലന്താനം Lu3+-നായിരിക്കും എന്താണ് സൈസ് കുറവുള്ളത്. അതുകൊണ്ട് തന്നെ അത് മോർ ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ മോർ ഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ സിംപ്ലി Lu3+ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് സൈസ് കുറവാണ്. അപ്പോൾ നമ്മളിവിടെ അക്വസ് ആണ് എടുക്കുന്നത്, അതുകൊണ്ട് അത് മോർ ഹൈഡ്രേറ്റഡ് ആണ്. അപ്പോൾ അത് ലാർജ് സൈസായിട്ട് മാറും. പക്ഷേ La3+ അക്വസ് എന്ന് പറയുന്നത് ലെസ് ഹൈഡ്രേറ്റഡ് ആണ്, അതുകൊണ്ട് അതിന് സ്മോളസ്റ്റ് സൈസ് ആയിരിക്കും ഉണ്ടാവുക. La3+ aqueous is attached to the resin in the column with maximum and Lu3+ aqueous with minimum firmness. So, in order to remove lanthanum 3+ ions, eluting reagents are used. അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന റിയേജന്റ് എന്ന് പറയുന്നത് ബഫർ സൊല്യൂഷൻ ഓഫ് അമോണിയം സിട്രേറ്റ് ബാർ സിട്രിക് ആസിഡ് pH 4 to 7. Since lanthanum 3+ aqueous is attached to resin with maximum and Lu3+ aqueous with minimum firmness, Lu citrate complex comes out of the column first and La citrate complex comes out last. അപ്പോൾ നമ്മളോട് ഇപ്പോൾ നമ്മളൊരു കോളം ഇത് ചെയ്യുകയാണെങ്കിൽ അയോൺ എക്സ്ചേഞ്ച് വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ആദ്യം പുറത്തേക്ക് വരുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതായത് കുറേ എലമെൻറ്റ്സ് ഇപ്പോൾ 4 തന്നിട്ട് നിങ്ങളോട് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അക്വസ് സൊല്യൂഷനിലാണ് ചെയ്യുന്നത്.
അപ്പം ലന്താനം ടു ലുട്ടീഷ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ Lu3+നാണ് മിനിമം ഫേംനെസ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓർഡർ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കിത് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. നേരത്തെ പറഞ്ഞിരിക്കുന്ന സെപ്പറേഷൻ്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The separation of trivalent lanthanide ion Lu3+, ytterbium3+, europium3+, dysprosium 3+ can be effectively done by cation exchange resin using ammonium orthohydroxy isobutyrate as the eluent. The order in which the ions will be separated as answer option C, Lu3+, ytterbium3+, dysprosium 3+, europium3+. Reason hydrated size in the order എന്ന് പറയുന്നത് Lu3+ greater than, ytterbium3+ greater than, dysprosium 3+ greater than, europium 3+. അപ്പം ആദ്യം പുറത്തേക്ക് വരുന്നത് Lu3+ ആയിരിക്കും. The maximum oxidation state exhibited by lanthanide is option A +4, B +3, C +2, D +1. Answer option A +4. Cerium is an important member of lanthanides. Which of the following statement about cerium is incorrect? Option A, the common oxidation state of cerium is +3 and +4. The +3 oxidation state of cerium is more stable than +4 state. C, cerium 4 acts as oxidizing agent. D, the +4 oxidation state of cerium is not known in solution. Incorrect ആണ് ചോദിച്ചത്, അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സീറിയം +4 കാണിക്കുന്നുണ്ട്. Lanthanides for which +2 and +3 oxidation state are common. Option A lanthanum, B neodymium, C cerium, D europium. Answer neodymium and europium. അത് രണ്ടും +2 കാണിക്കുന്നുണ്ട്. Transuranic element begins with option A neptunium, B uranium, C promethium, D cerium. Answer option A neptunium. Which is incorrect? Lanthanum hydroxide is less basic than lutetium hydroxide. In lanthanide series, ionic radius of lanthanum 3+ decreases from left to right. C, lanthanum is actually an element of transition series rather than lanthanide series. D, atomic radii of zirconium and hafnium are same because of lanthanoid contraction. അപ്പോൾ അതിൽ ആൻസർ ഓപ്ഷൻ എ ലന്താനം ഹൈഡ്രോക്സൈഡ് ഈസ് ലെസ് ബേസിക് ദാൻ ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ്. നമ്മൾ നേരത്തെ കണ്ടു ലന്താനം ഹൈഡ്രോക്സൈഡ് ആണ് മോർ ബേസിക് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ആക്റ്റിനോയിഡിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സിലെ കൂടുതൽ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.